की लौ से जलती है दे अनजान तेरे दिल की तड़प से सांसों की लौ से जलती है दे अनजान तेरे दिल की तड़प से इंतजार में पलके बिछाए डूबी है मन की गहराइयों में. ഈ ഇന്തോനേഷ്യൻ സംഗീതം നമ്മുടെ മലയാള സംഗീതവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും? ഇന്തോനേഷ്യൻ സംഗീതത്തിൽ വളരെ അധികം ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ മലയാളം സംഗീതം ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു ഭാഗമാവുകൊണ്ട് അതിൻ്റെ ഒരു ഹിന്ദി പാട്ടുകളുടെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ പഴയ റാഫിയുടെ ഗാനങ്ങളൊക്കെ ശ്രുതി മാറ്റി അവർക്ക് സൗകര്യത്തിന് നമ്മൾ മാപ്പിളപ്പാട്ടുകളുടെ ഒരു സ്റ്റൈലിൽ താളത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സോങ്സാണ് അവിടെ. ഡാങ്ഡൂട്ട് എന്നുള്ളൊരു ഗാനശാഖയുണ്ട്, അത് വളരെ പോപ്പുലറാണ്. അപ്പോൾ അത് ശരിക്കും ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു കോപ്പിയാണെന്ന് തന്നെ പറയാം. അതാണ്. പക്ഷെ അവരുടെ ട്രഡീഷണൽ സംഗീതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ പോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പലതും ഉണ്ട്. പക്ഷെ അതിനൊന്നും അത്ര പോപ്പുലാരിറ്റി ഇല്ല. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത് പ്രോത്സാഹനം അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ ഒരു എന്താ പറയണ്ടേ, ആ രീതിയിൽ അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല. നമ്മൾ കോളേജിലൊക്കെ ആകുമ്പോൾ പ്രൈസസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സോൺ ലെവലിലും മറ്റേ ഇൻ്റർ സോൺ ലെവലിലൊക്കെ മത്സരിച്ചിട്ടും അങ്ങനെ പ്രൈസസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ റിവ്യൂസ് വന്നിട്ടുണ്ട് ന്യൂസ് പേപ്പേഴ്സിലും, ഹിന്ദു, മനോരമ, മാതൃഭൂമി, ഇതിലൊക്കെ റിവ്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ ഓരോ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ. ഒരു കലാപാരമ്പര്യമുള്ള കുടുംബമാണോ താങ്കൾ? അതെ, അച്ഛൻ രാമചന്ദ്രൻ വല്ലോടി, അദ്ദേഹം KPSCയിലൊക്കെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു എന്താ പറയണ്ടേ, അന്നത്തെ കുറച്ച് ഉയർന്ന ഫാമിലി എന്നൊക്കെ വേണേൽ പറയാലോ, അങ്ങനത്തെ. അതുകൊണ്ട് സിനിമയിലൊന്നും പോകാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ് അച്ഛൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അച്ഛൻ ആ ഒരു ആൽബത്തിലൊക്കെ തല കാണിച്ചിട്ടുണ്ട്. കുറച്ച് അഭിനയ സാധ്യതയുള്ള ചില സീൻസിലൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിതയുടെ ഭാഗത്തുനിന്ന്, സുനിതയുടെ അച്ഛൻ അറിയപ്പെടുന്നൊരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല. P. നരേന്ദ്രനാഥ് കുട്ടികളുടെ എഴുത്തുകാരനാണല്ലോ, നമ്മുടെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സംഗീതത്തിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഗീതമാണെന്നാണ്. അടുത്ത കാലത്ത് പാകിസ്ഥാൻ പ്രസിഡന്റ് മുഷാറഫ് അവിടെ വന്നപ്പോൾ ഒരു ഗസൽ ചെയ്യാനൊരു അവസരം കിട്ടി. അതാണ് ഞാൻ അടുത്ത മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു കാര്യമായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു 2.5 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ചുറ്റും ബോംബും അങ്ങനെയുള്ള ഇതിൽ നടക്കുന്ന ആളാണല്ലോ. അവിടെ ഗസലിന്റെ തേന്മഴ പെയ്ച്ചു അല്ലേ? അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നുള്ളത് തന്നെ വലിയൊരു എന്താ പറയണ്ടേ, അച്ചീവ്മെന്റ് ഒന്നും അല്ലെങ്കിൽ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിന് അത് 2.5 മണിക്കൂർ ഒരാളെ ബോറടിപ്പിക്കാതെ ഇരുത്തുക എന്ന് പറയുന്നതിനുള്ള ഒരു ചാൻസ് കിട്ടിയതാണ് ഒരു വലിയൊരു ആശ്വാസമായത്. അദ്ദേഹം ഒരു ഇതൊക്കെ എഴുതി തന്നു, ഒരു ലെറ്റർ പാഡിലൊക്കെ എഴുതി തന്നു. മ്യൂസിക് വാസ് എൻചാൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗസലിൽ 2 വരി ഇപ്പം അടുത്തൊരു ആൽബം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു ഗസൽസിൻ്റെ, ഹിന്ദി ഗസൽസും ലൈറ്റ് സോങ്സും ഒക്കെ പാടുകയാണ്. അപ്പോൾ അതിലൊരു സോങ് ഇങ്ങനെ ഹം ചെയ്യാം. सुनिए सुना रही हूँ राज़े गज़ल गमे, सुनिए सुना रही हूँ राज़े गज़ल गमे, बनते नहीं है गज़ले आंसू ये बगैर, बनते नहीं है गज़ले आंसू ये बगैर, सुनिए सुना रही हूँ
ഗസൽ ഹമേ ഇതാണ് അതിൻ്റെ പല്ലവി. എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? ഇങ്ങനൊരു ഗസൽ ആൽബം ഹിന്ദിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു എങ്ങനെയെങ്കിലും ഒന്ന് മാർക്കറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ കാസറ്റ് ഇൻഡസ്ട്രിയൊക്കെ വളരെ ഡള്ളാണെന്ന് അറിയാം. പിന്നെ നമ്മളിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നല്ലൊരു റെസ്പോൺസ് കിട്ടിയുള്ള വർക്കാണ്. ഈ ചലച്ചിത്ര രംഗത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടില്ല. ഒന്ന് രണ്ട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഈ ട്രിപ്പിൽ വന്നപ്പോൾ ഞാനൊരു വളരെ ഷോർട്ട് ട്രിപ്പിൽ വന്നതാണ്. ഇപ്പോൾ ഈ 10 ദിവസത്തെ ലീവിൽ. അപ്പോൾ ഒന്ന് രണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള സംഗീതജ്ഞരായുള്ള ഇപ്പോൾ എം ജയേന്ദ്രൻ സാറിനെമാരുള്ള അദ്ദേഹത്തിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐ എം ഓൾവേസ് ഒപ്റ്റിമിസ്റ്റിക്, ലുക്കിംഗ് ഫോർവേഡ് ടു സം ഗ്രേറ്റ് അസൈൻമെൻറ്റ്സ്. പിന്നെ എൻ്റെ ഒരു ഡ്രീം എന്തെന്ന് വെച്ചാൽ പണ്ടത്തെ നല്ല നമ്മുടെയൊക്കെ എന്നും മലയാളികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദേവരാജൻ മാഷയോ അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റാൻഡേർഡുള്ള പിൻതലമുറക്കാരായുള്ള എം ജയേന്ദ്രൻ സാറോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഏതെങ്കിലും ഒരു വർക്കിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ചിങ്ങനെ പാട്ട് പാടുക, കുറച്ച് പേരെ സന്തോഷിപ്പിക്കുക. ഈ നമ്മുടെ മലയാള സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. അത് പാടാറുണ്ട് അവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസ്. ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾ ഓണം പ്രോഗ്രാം ജക്കാർത്തയിലും ബത്താം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സിംഗപ്പൂർ അടുത്താണ്. അവിടെ 2 അസോസിയേഷൻസിന് വേണ്ടി ഞങ്ങളും ശ്രീ ജയരാജ് വാര്യരായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് പ്രോഗ്രാം ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തത്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ചെറിയ 1-2 ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ. കാരണം ഈ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ എപ്പോഴെങ്കിലല്ലേ നാട്ടിൽ വരുള്ളൂ. ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമാ ഗാനങ്ങൾ? എനിക്ക് ഈ ഗസൽ രൂപത്തിലുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു പണ്ടത്തെ ദേവരാജ മാസ്റ്റർ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നല്ല ഫീലുള്ള പാട്ടുകളല്ലേ. ഇപ്പോൾ നമുക്ക് അത് ആ സ്റ്റൈലിലുള്ള പാട്ടുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതിലുള്ള കുറേ പാട്ടുകൾ, ആ സ്റ്റൈലിലുള്ള പാട്ടുകൾ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരോ, ആ ഒരു മൂടുള്ള കുറേ പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് തോന്നുന്നു. അതുപോലെ പണ്ടത്തെ ദേവരാജ മാസ്റ്ററെ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ആ ഫീലുള്ള പാട്ടുകൾ ഇനിയും വരണമെന്നുള്ള അത്യാഗ്രഹമുണ്ട്. ഈ ഗാനമേളകളൊക്കെ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് പഴയ പാട്ടുകൾക്കാണോ അതോ പുതിയ പാട്ടുകൾ? അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ അപ്പം ഈ മനസ്സുകൊണ്ട് പലരും ഇങ്ങനത്തെ പാട്ടുകളാവും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വളരെ റെയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടി വിയിലൊരു ഗസൽ രാവെന്നോ അങ്ങനെ അല്ല, വളരെ എന്താ പറയണ്ടേ ഇൻഫോർമൽ ഗാദറിങ്സിൽ അവിടെയും നടത്താറുണ്ട് കേട്ടോ, ഗസൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇൻഫോർമൽ ആയിട്ടുള്ള ഗാദറിങ്സിൽ നല്ല പാട്ടുകൾ പാടാൻ ചാൻസ് വരും. നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നമുക്ക് ഇഷ്ടപ്പെടുന്നു. അല്ലാത്ത മറ്റേ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണല്ലോ ഇപ്പോൾ അധികം വരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരെ തുള്ളിപ്പിക്കാൻ വേണ്ടിയുള്ള പാട്ടുകളാണ് അധികവും. ഫാസ്റ്റ് നമ്പേഴ്സാണ്. അപ്പോൾ തേരി ഊഞ്ചി എന്നുള്ള ആ സ്റ്റൈലിലുള്ള പാട്ടുകളും കുറച്ച് അങ്ങനത്തെ പാട്ടുകളാണ് അധികം ഇൻട്രാക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ അങ്ങനത്തെ പാട്ടും പാടാറുണ്ട്. അത് മോശമല്ല എന്നും മോശമാണെന്ന് ഒരിക്കലും പറയില്ല, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതായാലും ശ്രീ സുനിൽ നെടുങ്ങാടി, കൂടുതൽ അവസരങ്ങൾ താങ്കൾക്ക് ലഭിക്കട്ടെ, താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. താങ്ക് യു.